ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മഴയത്തേക്ക് നമുക്ക് കുറിക്കാൻ സ്പെഷ്യൽ ടേസ്റ്റിൽ ഒരു കിഡിലൻ സോയ ഫ്രൈ ആണ്, അല്ലെങ്കിൽ സോയ 65. അപ്പോൾ സോയ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഒത്തിരി ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ സോയ അതിൻ്റെ മണം കൊണ്ടോ ടേസ്റ്റ് കൊണ്ടോ ഒക്കെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഈ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇനി ആരും സോയ ഇഷ്ടമല്ലെന്ന് പറയണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ അതിനടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു കടായിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സോയയാണ്. അപ്പോൾ ചെറിയ സോയ ആണെങ്കിലാണ് ഈ ഫ്രൈക്ക് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ സോയ ചങ്ക്സ് ആണെങ്കിൽ കുതിർത്തതിന് ശേഷം അത് 2ആയിട്ട് മുറിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയയൊക്കെ നന്നായിട്ട് സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഈ ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വെള്ളം മാക്സിമം കളഞ്ഞ് പിഴിഞ്ഞെടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പം മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് വെള്ളം തളിച്ചൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ളം തളിക്കാനേ പാടുള്ളൂ, ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 4-5 പച്ചമുളക് കീറിയത്, ഇനി കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം. അപ്പം നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും മതി, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിന് മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും ഇട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മഴക്കാലത്ത് കുറയ്ക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആണ്, ഓർ സോയ 65. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. സോയ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.